let's discuss on question number 4. In question number 4, which of the following electronegativity order is incorrect? അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഏത് പാർട്ടിൽ നിന്നാണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട് ഇറ്റ്സ് ടു ടോക്ക് അബൌട്ട് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പൊ ഇതിൽ ഏത് ഓർഡർ ആണ് ഇലക്ട്രോ നെഗറ്റിവിറ്റിനെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ടുള്ളത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ളത് എലോങ് ദ പീരീഡ് അല്ലെ. സോ വെൻ വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എലോങ് ദ പീരീഡ് electronegativity increases, and down the group what happens, electronegativity decreases. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഓപ്ഷനിലേക്ക് വരികയാണ്. ആദ്യത്തെ ഓപ്ഷനിൽ ബോറോൺ ഇവിടെയാണ്, നെക്സ്റ്റ് നൈട്രജൻ ഇങ്ങോട്ടേക്കാണ്. ഉറപ്പായും ബോറോൺ ഈസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ നൈട്രജൻ. നെക്സ്റ്റ് നിങ്ങൾ നോക്കിയാൽ മെഗ്നീഷ്യം ഇവിടെയാണ്, എന്നാൽ അലുമിനിയം ഇപ്പുറത്തേക്കാണ്. സോ ഹു വിൽ ബി മോർ ഇലക്ട്രോനെഗറ്റീവ്? ഡെഫിനറ്റ്ലി യു കൻ സീ ദാറ്റ് മെഗ്നീഷ്യം വിൽ ബി ഇലക്ട്രോനെഗറ്റീവ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. മെറ്റാലിക് കറക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ മെഗ്നീഷ്യം വിൽ ബി മോർ മെറ്റാലിക്. പക്ഷെ നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി പറയുകയാണെങ്കിൽ അലുമിനിയം ഈസ് അല്ലെ, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഓപ്ഷനിൽ ഈ പാർട്ട് ശരിയാണ്, എന്നാൽ ഈ പാർട്ട് ദാറ്റ്സ് റോങ്. ദിസ് പാർട്ട് ഈസ് റോങ് അല്ലെ. ഒരു ചോദിച്ചത് നമ്മോട് ഇൻകറക്റ്റ് ആണ് നമ്മോട് ചോദിച്ചത്. ഇൻകറക്റ്റ് ആണെങ്കിൽ ഉറപ്പായും ഓപ്ഷൻ 1 ആണ് ഇൻകറക്റ്റ്. ഇനി ബാക്കിയുള്ളതൊക്കെ ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാം അല്ലെ. നോക്കാം നമുക്ക് അടുത്ത് ശരിയാണോ അല്ലയോ. ഇതേ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നമുക്ക് അവരെയും ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് കാർബൺ നൈട്രജൻ. കാർബൺ കഴിഞ്ഞാണ് നൈട്രജൻ വരുന്നത്. അപ്പോൾ നൈട്രജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്, നോ ഡൗട്ട്. ദിസ് പാർട്ട് ഈസ് കറക്റ്റ്. ഇനി സൈസ് കൂടിയ ആൾക്കാരാണ്, സൈസ് കൂടിയ ആൾക്കാരാണെങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉറപ്പായും കുറവായിരിക്കും. അപ്പൊ അത് അലുമിനിയം കഴിഞ്ഞാണ് ആര് വരുന്നത്? സിലിക്കൺ വരുന്നത്. അപ്പൊ സിലിക്കൺ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. നെക്സ്റ്റ് മെഗ്നീഷ്യം ബെറിലിയം. മെഗ്നീഷ്യവും ബെറിലിയവും ഒരേ ഗ്രൂപ്പിൽ ആൾക്കാരാണ്. മെഗ്നീഷ്യത്തിന് സൈസ് കൂടുതലാണ്, അപ്പൊ മെഗ്നീഷ്യത്തിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. സോ ദിസ് ഇസ് കറക്റ്റ്. ബോറോൺ നൈട്രേറ്റ് നമ്മൾ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഇനി ബെറിലിയവും ബോറോണും നോക്കിയാൽ അതും നിങ്ങൾക്ക് കാണാം ബെറിലിയം. സോ ഹിയർ വി ഹാവ് ബെറിലിയം. ബെറിലിയം കഴിഞ്ഞ് ആരുണ്ട്? ബോറോൺ. സോ ദിസ് ഓർഡർ ഓൾസോ കറക്റ്റ് അല്ലേ. നൗ ലാസ്റ്റ് ഓപ്ഷൻ സൾഫർ, ക്ലോറിൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. ഫ്ലൂറിൻ ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആഫ്റ്റർ അല്ലെ. അത് കഴിഞ്ഞിട്ട് ആര് വരും? ഓക്സിജൻ വരും. അപ്പോൾ ഈ പാർട്ട് ശരിയാണ്. ഓക്സിജൻ കഴിഞ്ഞ് ആരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ക്ലോറിൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി ക്ലോറിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് സൾഫർ വരുന്നത്. അപ്പൊ അയാൾക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്? ശരിയാണ്. അപ്പൊ ഇതൊക്കെ ശരി, ഒരെണ്ണം മാത്രം തെറ്റിപ്പോയി. അപ്പൊ ഇവർ ചോദിച്ചത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ നമ്മൾ ആൻസർ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇറ്റ്സ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ അതാണ് നമ്മുടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇത് ചോദിച്ചത് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആണ്, ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ്.